ഹലോ, ഞാൻ കെ ടി കുട്ടൻ, റിട്ടയർഡ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ആൻഡ് ആൾസോ ലൈസൻസ്ഡ് സിവിൽ എഞ്ചിനീയർ. ഇപ്പോൾ ഇന്ന് ഞാൻ സിവിൽ എഞ്ചിനീയറിങ്ങിനെ പറ്റി ഒന്ന് വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഫില്ലർ സ്ലാബുകൾ കണ്ടിട്ടുണ്ട്. അതിലിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തെർമോക്കോളിൻ്റെ ഒരു ഫില്ലിംഗ് മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചെങ്കിൽ, ഇത് നമ്മളൊരു സ്ലാബിൻ്റെ തിക്നെസ് ഒരു 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ, അത് കൺവേഷൻ ടൈപ്പ് ആണെങ്കിൽ, സാധാ ഫുൾ കോൺക്രീറ്റ് ആണെങ്കിൽ അതിൻ്റെ ന്യൂട്രൽ ആക്സിസ് ഏകദേശം സെൻട്രൽ ലൈന് ഏകദേശം താഴെ ആയിരിക്കും, ചിലപ്പോൾ സെൻട്രൽ ലൈനായിരിക്കും. അപ്പോൾ അതിൻ്റെ വെയിറ്റിൻ്റെ അനുസരിച്ചാണ് ന്യൂട്രൽ ആക്സിസ് മാറുക. ഈ ന്യൂട്രൽ ആക്സിസിൻ്റെ മേലെ വരുന്നത് കംപ്രസർ സോണും ഇതിൻ്റെ താഴെ വരുന്നത് ടെൻഷൻ സോണാണ്. ഈ ടെൻഷൻ സോണിൽ നമുക്ക് സ്റ്റീൽ ആണ് ആവശ്യമുള്ളത്, കംപ്രഷൻ സോണിൽ നമുക്ക് കോൺക്രീറ്റും. അപ്പോൾ ഈ ടെൻഷൻ സോണിൽ നമുക്ക് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള എന്ത് മെറ്റീരിയലും നമുക്ക് ഉപയോഗിക്കും. ഒപ്പം തന്നെ ആ കമ്പികളെ ചുറ്റും കൊറോസീവ് ആവാതെ നല്ല ബോണ്ടിങ് ആയിട്ട് നിലനിർത്തുന്ന ഒരു കോൺക്രീറ്റ് മെറ്റീരിയൽ വേണം. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പാനലായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഇത് പ്രീകാസ്റ്റ് സ്ലാബാണ് ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്നത്. അത് വേറെ സ്ഥലത്ത് കാസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വാക്കാണ് അതുകൊണ്ട് നമ്മൾ സ്കാഫോൾഡിന് ചെയ്തിട്ട് കൊണ്ടുവയ്ക്കുന്നൊരു ടൈപ്പാണ് വരുന്നത്. അപ്പോൾ സാധാരണ സിമ്പിൾ സപ്പോർട്ട് സ്ലാബ് എന്ന് പറയും. രണ്ട് ചുമരുണ്ടെങ്കിൽ അത് അവിടെ നിൽക്കുന്ന ആ 2 ചുമരും അതിൻ്റെ സിമ്പിളായിട്ട് സപ്പോർട്ടാണ്. അപ്പോൾ 2 ടൈപ്പ് സ്ലാബ് വരുന്നുണ്ട്. ഒന്ന് 1 വേ സ്ലാബും 2 വേ സ്ലാബും. ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ വെച്ചാൽ, നമ്മൾ ഒരു സ്ലാബ് ഉണ്ടെങ്കിൽ അതിൻ്റെ വളരെ നീളം കൂടിയ ആ നീളം എടുക്കുക, ഡിവൈഡ് ബൈ അതിൻ്റെ ഷോർട്ട് സ്പാൻ എടുക്കുക. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 2ന് കൂടുതലാണെങ്കിൽ അത് 1 വേ സ്ലാബും, 2 അതിന് താഴെ ആണെങ്കിൽ അത് 2 വേ സ്ലാബാണ്. എപ്പോഴും നമ്മൾ 1 വേ സ്ലാബ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇതും അതുപോലെ ഒരു ഫില്ലിംഗ് മെറ്റീരിയൽ. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ന്യൂട്രൽ ആക്സിസ് നമ്മുടെ സെൻറ്ററിൽ മേലെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അത്തരം ടെൻഷൻ സോണ് കിട്ടും. അവിടെ നമുക്ക് കോൺക്രീറ്റിനെ കമ്പികൾ പിടിച്ചിർത്താൻ വേണ്ടിയിട്ടൊരിത് മതി. ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് ഞാൻ UAE ചെയ്തിരിക്കുന്നതാണ്. ഏകദേശം 35 സെൻറ്റിമീറ്റർ അതിൻ്റെ തിക്നെസ് വരും. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ബീമുകൾ പോലെയാണ് ഇത് ആക്ട് ചെയ്യുക. ഇത് കോർഡി ബ്ലോക്ക് എന്ന് പറയും. കോർഡി ബ്ലോക്ക് നിരത്തിയിട്ട് അത് ചെയ്യുന്ന നല്ല ഹീറ്റ്, നല്ല ഇൻസുലേഷൻ ആയിരിക്കും. പെട്ടെന്ന് അവിടെ നിന്ന് മേലെ നിന്ന് ചൂട് എഫക്റ്റ് ചെയ്യില്ല. അങ്ങനൊരു മെത്തേഡാണ് വരുന്നത്. പിന്നെ ഇപ്പോൾ കാണുന്ന മെത്തേഡ് പ്രകാരം എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പുതുക്കാട് നിന്ന് ഞാൻ ടൈൽ വാങ്ങിച്ചു എൻ്റെ വീട്ടിൽ നല്ല എഫക്റ്റീവാണ്. നല്ല കൂളായിട്ടുള്ള അത് കിട്ടും, നല്ല ഇതായിരിക്കും. ഇതും ഒരു ഷെൽട്ടർ വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചെങ്കിൽ, ന്യൂട്രൽ ആക്സിസ് നമ്മളുടെ കയറും തോറും നമുക്കൊരു നല്ല എന്തെങ്കിലും മെറ്റീരിയൽ ഫില്ല് ചെയ്യാൻ പറ്റും. അതാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മളെ സ്ലാബുകളുടെ ആക്ഷൻ. ഇത് കണ്ട ഇതാണ് 1 വേ സ്ലാബ് മേലുള്ളത്. അടിയിലുള്ളത് 2 വേ സ്ലാബിൻ്റെ ആക്ഷനാണ്. ഇത് 1 വേ സ്ലാബിൻ്റെ കമ്പിക്കെട്ടാണ്. 2 സൈഡിലേക്കും ക്രാങ്ക് ചെയ്തിട്ട് L4 ക്ലാങ്ക് ചെയ്തിട്ട് ചെയ്യുന്ന മെത്തേഡാണ് ചെയ്യുന്നത്. ഇനി കാണുന്നത് നമുക്ക് 2 വേ സ്ലാബിൻ്റെ കമ്പിക്കെട്ടാണെങ്കിൽ ബോത്ത് സൈഡിലേക്കും 4 സൈഡിലേക്കും ക്രാങ്ക് ചെയ്ത് കെട്ടണം. അതാണ് അതിന് കമ്പി കൂടുതൽ വേണ്ടി വരും. അതിൻ്റെ ഏറ്റവും പ്രിഫറൻസ് ചെയ്യാനുള്ളത് നമ്മൾ 1 വേ സ്ലാബാണ്. ഇതാണ് ഫില്ലർ സ്ലാബ്. മാംഗ്ലൂർ ടൈൽ നമ്മുടെ റൂഫിങ് ടൈല് വെച്ചിട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഇത്. ഞാൻ കണ്ടശങ്ങളുടെ ഒരു വീടിന് ചെയ്തിട്ടുണ്ട്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതാണ് നമ്മുടെ ബെൻഡിങ് മൂവ്മെൻറ്റ് കാണുന്നത്. ഒരെണ്ണം നമ്മൾ 1 വേ സ്ലാബ്, ഒരെണ്ണം 2 വേ സ്ലാബിൻ്റെ ആക്ഷൻ വരുന്ന കാണിച്ചു. നിങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല. എന്നിരുന്നാലും മഴയും കാറ്റും വെള്ളപ്പൊക്കമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടില്ലെന്നറിയുന്നു. ഇനി ഞാൻ അടുത്ത വീഡിയോ നമുക്ക് പ്രളയക്കെടുതി വന്നാലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള സമയത്ത് വിത്തിൻ 3 വീക്ക് 4 വീക്കിൽ നമുക്ക് ഒരു വീട്, ഒരു ഷെൽട്ടർ അവർക്ക് എങ്ങനെ പണിത് കൊടുക്കാമെന്നുള്ള അത് ടെക്നിക്ക് എനിക്കറിയാം. അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യാം. ഇത് വളരെ സിമ്പിൾ മെത്തേഡാണ്. അത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ
അവിടെ നമുക്ക് ഒരു ഷെഡ് വെച്ച് കെട്ടി അവരതിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ട് സാവകാശം അവർക്കൊരു വീട് പെർമനൻ്റായിട്ട് വെച്ച് കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ടെമ്പററിലായിട്ട് നമുക്കങ്ങനെ ചെയ്യാനുള്ള ഒരു മെത്തേഡൊക്കെ ഉണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ, താങ്ക് യു.